ഹായ് എവരിവൺ. സോ നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ റിസൾട്ട് വന്നു. ഇനി നമ്മൾ +1 അഡ്മിഷൻ്റെ തിരക്കിലാണ് എല്ലാവരും. സോ നമുക്കറിയാം, നമ്മൾ +1 അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ ഏകജാലക വിൻഡോയിൽ കയറിയിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുകയും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്കൂൾ കൊടുക്കുകയും പോലുള്ള കംപ്ലീറ്റ് അപ്ഡേഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ +1ൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് അല്ലേ. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ +1 ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ട്രയൽ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മുടെ +1 അഡ്മിഷൻ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWs എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ട്രയൽ റിസൾട്ട്സ് എന്ന് പറയുന്ന ലിങ്ക് നമുക്ക് വിസിബിൾ ആണ്. ഈ ഒരു ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കൂളുകൾ അതിൽ വിസിബിൾ ആവും. എന്നാൽ ഇത് കാണാത്ത കുട്ടികൾ ആരും വിഷമിക്കേണ്ട. ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ട്രയൽ റിസൾട്ട്സ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഇങ്ങനെ 3 അലോട്ട്മെന്റുകൾ കൂടി നമുക്ക് ഇനി വരാനുണ്ട്. ഇനി എന്തിനാണ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് അല്ലേ? നമുക്ക് മെയ് 28 വൈകിട്ട് 5 മണി വരെ നിങ്ങളുടെ ട്രയൽ റിസൾട്ടുകൾ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തിനാണ് ഈ ട്രയൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് കൊടുക്കാനുണ്ട്, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഓർഡേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ട്, അതുകൂടാതെ മറ്റേതെങ്കിലും സ്കൂളുകൾ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇതുപോലുള്ള എഡിറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഈ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. സോ ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോഗ് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് ബാക്കി വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.